ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 16-ാം സങ്കീർത്തനം 11-ാം വചനം പറയുന്നുണ്ട്, അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും ആ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ, സ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ ഓരോരുത്തരേറെ സ്നേഹത്തോടെ കർത്താവ് ഈ ജോർദാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ദിനങ്ങളിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ തോമസ് പോളിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഓർക്കുക, വർഷങ്ങളായിട്ട് തമ്പുരാൻ്റെ വലിയ സ്നേഹം അനേകായിരങ്ങൾക്ക് ലോകമെമ്പാടും, ഇന്ത്യക്ക് അകത്തു മാത്രമല്ല പുറത്തും ഒരുപാട് രാജ്യങ്ങളിൽ കർത്താവിൻ്റെ ആ വലിയ സ്നേഹവും സൗഖ്യവും കൊടുക്കുവാൻ പ്രിയപ്പെട്ട സഹോദരനെ ഈശോ ശക്തിപ്പെടുത്തി, ഇനിയും ശക്തിപ്പെടുത്തും. നമുക്കേറെ സ്നേഹത്തോടെ ബ്രദർ തോമസ് പോളിനെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് സ്നേഹപൂർവ്വം ഒന്ന് കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. ടീമംഗങ്ങളെ ഓരോരുത്തരെയും, എനിക്കെല്ലാവരുടെയും പേര് പറഞ്ഞാൽ തെറ്റിപ്പോവും, ഞാൻ പറയുന്നില്ല, ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഈ ജോർദാനിയ ധ്യാന സെൻറ്ററിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളിലൂടെ നിങ്ങൾക്കും ഈശോയുടെ ദിവ്യമായ സ്നേഹവും ആ ദിവ്യമായ വചനവുമൊക്കെ ഗാനരൂപത്തിലും അല്ലാതെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറെ സ്നേഹത്തോടെ ടീമംഗങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ സമൂഹത്തിലേക്ക്, ഈ ജോർദാനിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് കൈയടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വലതുകരം നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട തോമസ് പോൾ ബ്രദറിനെയും ടീമംഗങ്ങളെ ഓരോരുത്തരും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏറെ സ്നേഹത്തോടെ ഒന്ന് സമർപ്പിച്ച്, കർത്താവെ, ഈ പ്രിയ സഹോദരനിലൂടെ ടീമംഗങ്ങളിലൂടെ അങ്ങ് അത്ഭുതകരമായിട്ട് ഇവിടെ ഇടപെടണമേ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവെ, ഒത്തിരി സ്നേഹത്തോടെ സമർപ്പിക്കുന്നു ഈശോയെ. ഈ മകനെ അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നന്ദി പറയുന്നു. ഈ മകനിലൂടെ അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. യേശുവേ നന്ദി. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ. ദൈവമേ, സ്തോത്രം. ഈശോ നന്ദി. അങ്ങയുടെ വലതു കൈ കർത്താവെ മകനെ അങ്ങ് താങ്ങി നിർത്തിയതിനെ ഓർത്ത് നന്ദി ഈശോ, നന്ദി ഈശോ, നന്ദി ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മേ, പ്രിയപ്പെട്ട ദൈവമാതാവേ, അമ്മ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ധ്യാനം നയിക്കുന്ന ബ്രദർ തോമസ് പോളിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ. ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തങ്ക ലിപികളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ദിവസങ്ങളായിട്ട് മാറും. നിങ്ങൾ 6 ദിവസം ഇവിടെ നിന്ന് പോകാതെ 6 ദിവസം മുഴുവനും കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ വിസ്മരണീയമായ രഹസ്യമയമായ ദൈവിക പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ ആരംഭം കുറിക്കുകയാണ്. നമ്മൾ അധികം താമസിയാതെ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കും. ഇത് ഒരു വിശുദ്ധീകരണ ധ്യാനമാണ്. എല്ലാ ധ്യാനവും വിശുദ്ധീകരണത്തിന് തന്നെയാണ്. എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധീകരണത്തിന് തന്നെയാണ്. വിശുദ്ധീകരണം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് അശുദ്ധിയെക്കുറിച്ചാണ്. കുറേ അശുദ്ധി നമ്മളിലുണ്ട്, അതെല്ലാം പോണ എന്തോ ഒരു പരിപാടിയാണ് ഇല്ലേ വിശുദ്ധി. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ
ആണ്. എങ്കിലും അതിൻ്റെ ഒരു പ്രോസസ്സ് ദൈവീകരണമാണ് നടക്കുന്നത്. ദൈവീകരണം. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനം. യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ആ ബലിയുടെ യോഗ്യതയിലാണ് നമ്മളിൽ ദൈവീകരണം നടക്കുന്നത്. ആ ദൈവീകരണം നമ്മളിൽ നടക്കുമ്പോൾ നമ്മിലുള്ള മനുഷ്യ പ്രകൃതിയിലേക്ക് ദൈവം നിറഞ്ഞ് നമ്മിലുള്ള മനുഷ്യ പ്രകൃതിയെ പൂർണ്ണമായിട്ട് മാറ്റുന്നു. നമ്മിലുള്ള അശുദ്ധിയേക്കാൾ ഉപരി നമ്മിലുള്ള മനുഷ്യ പ്രകൃതിയെ തന്നെ മാറ്റി എന്ത് പ്രകൃതിയാക്കി മാറ്റുന്നു? ദൈവപ്രകൃതിയാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ പിന്നെ മനുഷ്യരല്ല, ആരായി മാറും? ദൈവങ്ങളായി മാറുന്ന പറഞ്ഞത്. ദൈവങ്ങൾ, ദൈവമല്ല ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ ദൈവമക്കളായി മാറുന്നു. ഒന്നുകൂടി ആ വചനം വായിക്കാം. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി. കേട്ടോ, ഈ ജനത ആർക്ക് വേണ്ടിയാണ്? തനിക്ക് വേണ്ടി. നമ്മൾ ആർക്ക് വേണ്ടിയുള്ള ജനതയാണ്? ഈശോയ്ക്ക് വേണ്ടിയുള്ളത്. തനിക്ക് വേണ്ടിയുള്ള ഒരു ജനതയെ ശുദ്ധീകരിക്കുന്നതിനായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ആ ബലിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെ അധ്വാനിക്കണം നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ചെയ്യരുത്, ഇനി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാല് തല്ലി ഒടിക്കും, മനസ്സിലായിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ചില ഇല്ലേ, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അവന് 2 അടി കൊടുത്താലേ ശരിയാവുള്ളൂ. ഇത് നിന്റെ കുറ്റമാണ്, നീ അവനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവനിതൊക്കെ ചെയ്യണേ. ഇത് കേട്ട് പരിചയമുണ്ടോ ഇല്ലയോ? എന്നാൽ അതൊന്നും അല്ല വിശുദ്ധീകരണത്തിൻ്റെ. എന്താണ്? ഒന്നുകൂടി വായിച്ചേ. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് ഈ വചനം കരം ഉയർത്തി. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ വീണ്ടും പറയും. എന്തിനാ വീണ്ടും പറയണേ? നമ്മൾ ഇത്രയും നാളും നമ്മളിൽ കൂടിക്കിടക്കുന്ന ചില ബോധ്യങ്ങൾ മാറണം, പുതിയ ബോധ്യങ്ങളിലേക്ക് വരണം. അപ്പോൾ കണ്ടോ, തുടങ്ങുന്നത് തന്നെ യേശു ക്രിസ്തു. ആരാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? യേശു ക്രിസ്തു. അതാണ് അന്ത്യ-അത്താഴം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അപ്പസ്തോലന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് തന്നെ പറയാം, അവിടെ ഇരുന്നു. അല്ലെങ്കിൽ ആ പുറംകുപ്പായം എടുത്ത് മാറ്റി ഒരു കച്ച കൊടുക്കണ ആരാ? അടിമകളാണില്ലേ? ആ അടിമയെ പോലെ ഒരു കച്ച ഉടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് അവരുടെ കാല് കഴുകാൻ പോകുന്നു. കഴുകുമ്പോൾ പത്രോസ് പറഞ്ഞു, ഇതെന്തി കർത്താവ് ചെയ്യണേ, അങ്ങെൻ്റെ കാല് കഴുകുന്നുവോ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈശോ കാല് കഴുകുക എന്ന് പറയുന്നത് യഹൂദരുടെ ഏറ്റവും കണിശമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കണിശമായി എന്ന് പറഞ്ഞ ഒരാൾ, പണ്ട് നമ്മളുടെയൊക്കെ വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ വീടിൻ്റെ മോണ്ടകത്തുനിന്നോ അല്ലെങ്കിൽ പടിപ്പരമാളിയുടെ അവിടെയൊക്കെ ഒരു കലത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് പുറത്തുനിന്നൊക്കെ പോയി വരുമ്പോൾ കാല് കഴുകണം. എനിക്ക് ഓർമ്മയുണ്ട് ഇല്ലേ? എന്ന പോലെ
അവർ വീട്ടിൽ കയറണമെങ്കിൽ ആ പുറത്ത്, അത് സിമ്പിൾ ലോജിക്കാണ്. ഈ പുറത്ത് അഴുക്ക് ഇന്നത്തെ മാതിരി ചെരുപ്പോ, ഇപ്പോഴും നമ്മൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പ് അവിടെ പുറത്തിട്ട് പിന്നെ അകത്തിടാൻ വേറൊരു ചെരുപ്പുണ്ടാകും, ഇല്ലെങ്കിൽ ചെരുപ്പുണ്ടാവില്ല. അപ്പോൾ പുറത്തിട്ടുകൊണ്ട് വന്ന ചെരുപ്പ് ഈ പറമ്പിൽ ജോലിയൊക്കെ പണിത് ചെയ്യുന്ന എന്താ പറയുക, തൊഴുത്തിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരു ചെരുപ്പിടൂല്ലേ, ആ ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ വരുമോ? എന്ന പോലെ നമ്മളിൽ ഉള്ള മലിനത അകത്ത് വരാതിരിക്കാൻ വേണ്ടിയും കാല് ശുദ്ധിയാക്കുന്ന ഒരു ആചാരമാണ് അവരുടേത്. ഈശോ ആ ആചാരത്തെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനെ ഈശോ ഈ രക്ഷാകര എക്കോണമി എന്ന് പറയും, രക്ഷാകര രഹസ്യങ്ങളുടെ, രക്ഷാകര വിശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു നിദാനമായിട്ട് അതിനെ എടുക്കുകയാണ്. എന്നിട്ട് അത് ചെയ്യാൻ അടിമകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ അടിമയായിട്ട് ഈശോ അങ്ങ് മാറുകയാണ്. ഈശോ എന്നിട്ട് കാല് കഴുകുമ്പോൾ പത്രോസ് പറയണം, അയ്യോ എന്ത് കർത്താവ് ചെയ്യണേ, ഞാൻ സമ്മതിക്കില്ല അങ്ങ് എൻ്റെ കാല് കഴുകാൻ, അതിനിവിടെ വേറെ അടിമകളുണ്ടല്ലോ. ഇല്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. ഞാനും നീയുമായിട്ട് ഒരു സംബന്ധമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വിശുദ്ധിയിൽ നിനക്ക് സംബന്ധമുണ്ടാകണമെങ്കിൽ, നീ എന്നെപ്പോലെ തന്നെ വിശുദ്ധനാകണമെങ്കിൽ നീ കഴിയാൽ ശരിയാവില്ല. നീ ഓൾറെഡി അശുദ്ധിയിൽ ഉള്ള ആളാണ് ഇല്ലേ, ഞാൻ നിന്നെ കഴുകണം. ഇപ്പം നമ്മൾ സങ്കീർത്തനം പാടിയത് ഇതിൻ്റെ രഹസ്യമാണ്. ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരിക്കും, സങ്കീർത്തനങ്ങളായിരിക്കും ഇതിലെ അധികം ഗാനങ്ങൾ. അതിനെക്കുറിച്ച് പിന്നീട് വ്യാഖ്യാനങ്ങളെല്ലാം തരും. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടത്, എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ഉണ്ടോ? ഇത് നമ്മൾ കേട്ട് ഒരുപാട് കേട്ടിട്ടുള്ള വാക്കാണ് കൃപ ഇല്ലേ? കൃപ. എല്ലാവരും ഒന്ന് പറഞ്ഞേ കൃപ, ഉച്ചത്തിൽ പറഞ്ഞേ കൃപ. എന്നാൽ എന്താണ് ഈ കൃപ എന്ന് പറഞ്ഞാൽ? ഒരുപാട് പേര് നമ്മുടെ മുമ്പുള്ള ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവർക്ക് ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഒരു ചോദ്യം, ഇനി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ദിവസം ഒരുപക്ഷെ ഒരു 100 പ്രാവശ്യം കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ. കാരോസൂസയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണേ. എന്താണ് ഈ കൃപ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കൃപ എന്നത് ദൈവിക സ്വഭാവം മനുഷ്യ സ്വഭാവത്തിൽ ലയിക്കുന്നതിനാണ്. ഇത് കാറ്റക്കിസത്തിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ 1997. ഒന്ന് കുറിച്ച് വെച്ചോ, അതിൻ്റെ റെഫറൻസ് 1997. ഈ 1997 പറയുന്നത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് വലതുകരം ഒന്ന് ഉയർത്തിയേ. വലതുകരം ഇത് ദൈവികതയാണ്, ഇടതുകരം നമ്മുടെ മനുഷ്യ പ്രകൃതിയാണ്. ഓക്കെ, ഇടതുകരം. പേനയൊക്കെ കയ്യിൽ നിന്നൊന്ന് മാറ്റി ഒരു എക്സർസൈസ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ, ഈ യേശുവിൻ്റെ വരവിലൂടെ ദൈവികത അല്ലെങ്കിൽ ദൈവിക ജീവനിത, ഇനി എല്ലാവരും അതേമാതിരി കാണിക്കുക, താഴോട്ട് വന്നു. അത് മനുഷ്യ പ്രകൃതിയിൽ ലയിച്ചു. യേശു തന്നെ അങ്ങനെയുള്ള ഒരു പ്രകൃതിയാണ്. ആ യേശു മനുഷ്യനിലേക്ക് കടന്നു വന്നു, പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യനിൽ ലയിച്ചു. ഇപ്പം എന്ത് സംഭവിക്കുന്നു കണ്ടോ? മനുഷ്യനിൽ ദൈവിക ജീവൻ മനുഷ്യനിൽ
ലയിച്ച് മാനുഷികതയെ ദൈവീകരിച്ചു. കൈവിടല്ലേ? ഇപ്പം എന്ത് സംഭവിക്കുന്നു? ഈ മനുഷ്യൻ അവൻ ദൈവമായി മാറുന്നു, അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന. ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഒരിക്കൽ കൂടി, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിക്കുന്നു, അഥവാ രൂപാന്തരീകരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ വെള്ളം വീഞ്ഞായതിൻ്റെ അർത്ഥം. കാനായിലെ കല്യാണത്തിന് വെള്ളം എന്ന ആ പ്രകൃതി, ആ സൃഷ്ടിയെ ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സൃഷ്ടാപരമായ ശക്തിയിലൂടെ സത്ത മാറ്റി എന്തായി മാറി? പുതിയ വീഞ്ഞായി മാറി. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഓക്സിജനും ഹൈഡ്രജനുമാണ്. എന്നാൽ വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് എന്താണെന്നറിയോ? CH3CH2OH ആണ്. CH3CH2OH എന്ന് എഴുതി വെച്ചേരും ആരെങ്കിലോട്. ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമല്ലോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ ഒരു നമ്പർ നമുക്ക് അടിക്കാം. ധ്യാനം എന്താ? ഞാനിപ്പോൾ CH3CH2OH ആയി മാറിയിരിക്കണം. അതെന്താണത്? അത് തൃശ്ശൂർ കിട്ടുന്നൊരു സാധനം. അത് എന്താണ് CH3CH2OH എന്ന് പറഞ്ഞാൽ? ഈഥൈൽ ആൽക്കഹോളാണ്. ഈഥൈൽ ആൽക്കഹോൾ. വെള്ളം എന്തായിരുന്നു? H2O, ഓക്സിജനും ഹൈഡ്രജനും. എങ്ങനെ ഈ ഓക്സിജനും ഹൈഡ്രജനെയും? അതാണ് സത്ത രൂപാന്തരികൽ. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ മുഴുവനും. ഈ കൃപയുടെ പ്രവർത്തനമാണ്. അപ്പം നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നത് നമ്മളിൽ ദൈവീകരണം നടക്കുന്നതിലൂടെയും നീതീകരണം നടക്കുന്നതിലൂടെയും ശക്തീകരണം നടക്കുന്നതിലൂടെയും മഹത്വീകരണം നടക്കുന്നതിലൂടെയാണ്. എന്തെല്ലാമാണ് 4 കാര്യങ്ങൾ? വിശുദ്ധീകരണം, ദൈവീകരണം, ശക്തീകരണം, നീതീകരണം, മഹത്വീകരണം. ഇതെല്ലാം നടക്കും. ഇനി വിശദമായിട്ട് പഠിക്കാം. നമ്മളിപ്പോൾ ഈ ബോധ്യത്തോടെ വെള്ളം വീഞ്ഞാകുന്ന പോലെ നമ്മുടെ മനുഷ്യ പ്രകൃതിയെ പൂർണ്ണമായി രൂപാന്തരീകരിക്കുന്നതാണ് ഈ കൂദാശകളെല്ലാം. നമ്മുടെ മാമോദീസായും ശൈലലേപനവും വിശുദ്ധ കുർബാനയും. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. താങ്ക് യു.